വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. എടാ നീ ആവശ്യമായിട്ട് കഴിക്കാൻ നോക്കിയേ, എനിക്ക് വിശക്കുണ്ട്. എടാ എനിക്ക് വിശക്കണ്ടത്, നീ അവിടെ വെച്ചിട്ട് കഴിക്ക്. നീ നോക്കിയേ, കൊച്ചു കൊള്ളാലോ. ഇതേത് വെച്ച്? എനിക്കറിയില്ല, റിക്വസ്റ്റ് ഒന്നോ അതെങ്ങനെ മാറി വന്നായിരിക്കും. നീ അവിടെ വെച്ചിട്ട് കഴിക്ക്. മെസ്സി വന്നു. റിപ്ലൈ ചെയ്യേ. എടാ നീ അവിടെ വെച്ചിട്ട് കഴിക്കുക, എനിക്ക് വിശക്കണു. നീ വണ്ടി വാ, ഞാൻ പോവാണ്. നീ എന്തെന്നാ ചെയ്. എൻ്റെ കുറെ നേരായി ചാറ്റിങ്. നീ കുടിക്കണല്ലേ? നീ കുടിക്കണല്ലേ? ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചാലോന്ന് ആലോചിക്കാം. ഞാൻ ഇന്നൊരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതിനവളുടെ വർക്ക് കഴിഞ്ഞില്ലേ? നീ വേറെ ഏൽപ്പിച്ചില്ലേ? എന്നാലും ഓ, ചുടുവിലൊരു മോഡലിന് ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? ഒരു മോശമില്ല, നീ മെസ്സേജ് അയക്കടാ. അതെ, പോസ്റ്റർ ആക്കാൻ വേണ്ടി ഞാൻ നശിപ്പിച്ച്. വേണ്ടേ? വേണ്ട. അതിനട്ടോ പോസ്റ്റർ ആക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്തിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ആളൊഴിഞ്ഞു. ഒന്നും അറിയാൻ പറ്റുമോ? നാളെ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ലല്ലോ. ഫോട്ടോസ് എല്ലാം കൊള്ളാലോ. അതെ, താൻ സൂപ്പർ ഫോട്ടോഗ്രാഫർ ആണല്ലോ. തന്റെ കണ്ണ് ഭയങ്കര അട്രാക്റ്റീവാ. നല്ല ഫോട്ടോ ഓഫീസ് ഉണ്ട് എനിക്ക്. ഫോട്ടോസ് ഒക്കെ ഇഷ്ടമായി? പിന്നെ നൈസാണ്. പൊളി ഫോട്ടോസ് ആണ് കേട്ടെല്ലാം. കൊള്ളാലേ? എടോ ഞാൻ എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ ക്യാമറ വാങ്ങാൻ വേണ്ടി വന്നതാ. എടി നിനക്കിത് പ്രാക്ടീസ് ഇല്ലേ? പോകണ്ടേ? ഓ, ഞാൻ മറന്നു. പിന്നെ കാണാം. ഓക്കെ, ബൈ. ആ ഫോട്ടോസ് ഒക്കെ വാട്സാപ്പ് ചെയ്യില്ലേ? നീ എന്തിനാടാ അത് പറയാൻ പോയേ? പറയാണ്ട് ഇപ്പൊ എങ്ങനെയാടാ? ആദ്യം നിങ്ങൾ പരസ്പരം മനസ്സിലാക്ക്, എന്നിട്ട് പോരെ ഇതൊക്കെ.
കൂടെ ലുലു പോകുന്നുണ്ട്, വരുന്നോ? ആ ഒന്ന് വന്നേ. എന്താണ് മോളെ ഒരു കള്ളച്ചിരി? ഏയ് ഒന്നുമില്ല. അത് വിട്. ഞാൻ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നേണ്, നിനക്ക് പതിവില്ലാത്തൊരിളക്കം. എന്താണ്? എടി ഉം. അതെ, നമ്മുടെ പ്രോഗ്രാമിന് ഞാൻ ആള് മാറി വേറൊരു ചേട്ടൻ ആദ്യം മെസ്സേജ് അയച്ചു. ആ, ആ ചേട്ടൻ ഇപ്പോ ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട്. അയിന് അതിനൊന്നുമില്ല. ആ ചേട്ടനെ നീ അറിയും. ഏത് ചേട്ടൻ? കഴിഞ്ഞ ദിവസം ഫോട്ടോഗ്രാഫറായിട്ട് വന്നിട്ടില്ലേ, ആ, ആ ചേട്ടൻ. എടി എനിക്കെന്തോ സംസാരിക്കാനൊരിഷ്ടം, വേറൊന്നുമില്ല, അത്രമാത്രം. ആളൊക്കെ കൊള്ളാം, ചുള്ളൻ ചെക്കനൊക്കെ തന്നെയാണ്. നിനക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആകെ നിന്റെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയില്ലേ? അപ്പൊ കുഴപ്പമില്ല. എടാ, കാണാനുള്ള കോലും ജോലിയും സ്വത്തും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാം. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ, പാർട്ട്ണറിന് ഈക്വൽ റൈറ്റ്സ് ആൻഡ് സപ്പോർട്ട്, അത് കിട്ടിയാ പറയാ കിട്ടിയെന്ന്. പിന്നെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങേര് ഇതുവരെ എന്റെ പാർട്ട്ണറെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതൊക്കെ അറിയാനൊരാകാംക്ഷ. അത് കൊള്ളാം, അത്ര നല്ലതാ. നോക്കാം. അവന്റെ മെസ്സേജ് എന്താ? ഫ്രൈഡേ ഫ്രീ ആണോ? ഓ, ചേട്ടൻ നിന്നേക്കാളും നല്ല ഫാസ്റ്റാ. എന്താ പറയാ? ഫ്രീ ആണെന്ന് പറ, മീറ്റ് ചെയ്യാനായിരിക്കും. എന്താ? ഓക്കെ ഓക്കെ. ഹലോ, ആ ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെറ്റ് അല്ലേ? ആ ഓക്കെ, ബാക്കി ഞാൻ ചെയ്തോളാം. ആ ഡി, നീ അവനെ വിളിച്ചോ? വിളിച്ചു നോക്ക്. കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? മെസ്സേജ് വന്നു. ആ വരുന്നുണ്ട്, ഓൺ ദ വേ. ഡ്രൈവിലാ. അപ്പൊ നീ ഇവിടെ ഇരിക്കും, ഞാൻ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ? എടാ, നീ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി തുറന്നു പറയാൻ നല്ലത്. ബാക്കി നമുക്ക് വരുന്നിടത്ത് കാണാന്നേ. നീ ചെല്ല്, ഞാൻ അവിടെ ഇരിക്കാം. ചെല്ല്. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഇറ്റ്സ് ഓക്കെ. ഓർഡർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ലൈൻ പറഞ്ഞോട്ടെ? ആ, 2 ഫ്രഷ് ലൈൻ. ഓക്കെ.
കാര്യം ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി. തന്നെ കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം തോന്നി. തൻ്റെ ലൈക്സ്, ഡിസ്ലൈക്സ്, കോൺസെപ്റ്റ്സ്. അങ്ങനെയൊക്കെ ചോദിച്ചാ ലൈക്സ് ഒന്നേ ഉള്ളൂ, അത് മ്യൂസിക്കാണ്. ഐ റിയലി ലവ് മ്യൂസിക്. പിന്നെ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പാട്ടിൻ്റെ ഏറ്റവും വലിയ ഫാൻ എൻ്റെ പാർട്ട്ണറായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ സിംഗർ ആവണമെന്ന് എൻ്റെ ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. താനിങ്ങനെയാ സ്റ്റില്ല് മാത്രമാണോ അതോ വീഡിയോഗ്രാഫി ട്രൈ ചെയ്യാറില്ലേ? എടോ, എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. ഐ ആം ഡെഫ്. എന്ത്? എനിക്ക് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ സംസാരിക്കുന്നത്? എനിക്ക് ലിപ് റീഡിങ് അറിയാം. എടാ എനിക്ക് വിശക്കുണ്ട്, നീ വേഗം കഴിക്കേ. നീ കുടിക്കല്ലേ? നീ കുടിക്കല്ലേ? ഞാൻ അവക്കൊരു മെസ്സേജ് അയച്ചാരെന്ന് ആലോചിക്കുക. എടാ, നീ ഇതൊന്ന് കേട്ടിട്ട് പറഞ്ഞു. പോസ്റ്റർ വെക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫോട്ടോഗ്രാഫറെ ഹയർ ചെയ്തിരുന്നു. എടാ അവക്കൊരു ഫോട്ടോഗ്രാഫറിനെ വേണം, അത് പറഞ്ഞതാ. താൻ സൂപ്പർ ഫോട്ടോഗ്രാഫർ ആണല്ലോ. താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ തൻ്റെ ശബ്ദമൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ പറയുന്നതൊന്നും. പക്ഷെ തൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിരായിരിക്കില്ല. ഫൈനൽ ഡിസിഷൻ തൻ്റേത് മാത്രമാണ്. എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ ഞാനത് സർപ്രൈസ് ആയിട്ട് പറയാന്ന് വെച്ചതാ. ഞാൻ എന്നാ പോട്ടെ. എടാ അവിടെ എന്താ പറഞ്ഞു? ആരോ വിരൽ തുമ്പിൽ മെല്ലെ തലോടി ഈറന്നിലാവിന്റെ ഓളങ്ങൾ പോലെ താനേ തളിർക്കുന്ന മോഹക്കടമ്പിൽ കാലങ്ങളായി കാത്തിരിക്കുന്നു ഞാനും. ഒരു മുകിൽ പൂവിന്റെ ഹൃദയത്തിലുണരും പ്രണയരാഗത്തിന്റെ നിസ്വനം കേൾപ്പൂ. മധുവസന്തം തേടിയെത്തുന്ന കാറ്റിൽ ഒരു പൂങ്കിനാവിൻ സുഗന്ധം നിറഞ്ഞു. എന്നോർമ്മയിൽ നിൻ മൗനാനുരാഗം പെയ്യുന്നു സിന്ധൂരമേഘങ്ങളായി. എന്നോർമ്മയിൽ നിൻ മൗനാനുരാഗം പെയ്യുന്നു സിന്ധൂരമേഘങ്ങളായി. സൂപ്പർ ആയിട്ട് പാടി. കൺഗ്രാറ്റ്സ്. കലക്കിയടോ, സൂപ്പർ. താങ്ക് യു. അപ്പൊ ശരി, നടക്കട്ടെ. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. നിങ്ങൾ സംസാരിക്കും.
കണ്ടില്ലേ, ഇതാ ഞാൻ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ മ്യൂസിക്കിനെ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാള്. കുഴപ്പമില്ലടോ, എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ നമ്മുടെ ഒന്നും കുറ്റമല്ലല്ലോ. താൻ ബിതോവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ജനുവരിയിൽ വരുമോ അല്ലേ? ആ, പുള്ളിയുടെ ഫേമസ് കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് കാത് കേൾക്കില്ലായിരുന്നു. ആ, ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ താനിപ്പോൾ പാടിയ പാട്ടില്ലേ, അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് സോങ്. ഓ, അല്ല, അതങ്ങനെ തനിക്ക് മനസ്സിലായി? ഈവൻ എ ഡെഫ് ക്യാൻ ഫീൽ ദ മ്യൂസിക്.